ഇന്ന് നമുക്കൊരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുത്തിട്ടോ. അത് വറവായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇത് കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മുളക് ഇടണ്ട കേട്ടോ, ഒരു 4-5 മുളക് ഇട്ടാൽ മതി. എനിക്ക് നല്ല എരിവായിപ്പോയി, അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് ഇടുക. അതിനുശേഷം അത് വറുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു അരമുറി തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതും കൂടെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് എണ്ണ കൂടുതലായതുകൊണ്ട് ഞാൻ ആ എണ്ണയൊക്കെ നന്നായിട്ട് മാറ്റിയിട്ടാട്ടോ എടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ഞാൻ മുഴുവനോടെയാണ് എടുക്കുന്നത്, മഞ്ഞയും വെള്ളയും ഒക്കെ എടുത്ത് ചേർത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പീസായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.